ഇവിടെ കാണുന്ന പോലെ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വീഡിയോ ഫുള്ള് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ സപ്പോർട്ട് അറിയിക്കുക. അതിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈവൻ എന്തെങ്കിലും കുറവുകൾ ഈ വീഡിയോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യുക. എന്നാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും. സോ 3^2 × 3^3 ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ഫോർമുലാസ് ഉണ്ട്. a⁻m × a⁻n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a⁻m+n ആണ്. അതുപോലെ a⁻m/a⁻n എന്ന് പറഞ്ഞാൽ a⁻m-n ആണ്. പിന്നെ a⁻m⁻n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a⁻m ആണ്. ഈ ഒരു ജനറൽ ഫോർമുല വെച്ചിട്ടാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 3^2 × 3^3 ഇവിടെ എന്താണ്, ബേസ് സെയിം ആണ്. അപ്പോൾ ആ ബേസ് അങ്ങോട്ട് എഴുതുക. 2 3 ഇവിടെ കണ്ടോ, m+n അതായത് 2+3 = 0/5 ആണ് ആൻസർ വരാം. ഇതുപോലെ 4^1.7 × 4^0.3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 4^1.7 + 0.3 അതായത് 4/2 ആയിരിക്കും ആൻസർ. ഇനി 16^0.12 × 16^0.13 ഇപ്പം എന്തായിരിക്കും, 0.12 + 0.13 0.25 ആയിരിക്കും ആൻസർ. ഇതേപോലെ 5^6/5/5 അതും ബേസ് അതേപോലെ എഴുതുക. 6 - 5 ആയിരിക്കും. കാരണം എന്താണ്, a⁻m/a⁻n എന്ന് പറയുന്നത് നമുക്ക് a⁻m-n ആണ്. അപ്പോൾ 6 - 5 5/1 അതായത് 5 എന്നാണ്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ, അതായത് 9^2 × 27^2 × 3/312 ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യും? ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. ഈ 9 എന്ന് പറയുന്നത് 3/3 ആണ്, 3/2 ആണ് അല്ലേ. 3 × 3 അല്ലേ 9, 3/2 ആണ്. ഇന്ന് ഓൾറെഡി ഈ ക്വസ്റ്റ്യനിൽ തന്ന 2 ഇൻറ്റു അതേപോലെ 27 എന്ന് പറയുന്നത് 3/3 ആണ്. 2 × 3/312. ഇപ്പം എന്താണ്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒക്കെ ബേസ് എന്താണ്, 3 ആണ്. ഇനി ഈ ഇക്വേഷനിൽ ചെയ്ത് നോക്കുക. a⁻m/n എന്ന് പറഞ്ഞാൽ a⁻m-n ആണ്. അപ്പം 3/4 × 3/6 × 3/312 = 7/4 × 3/6 6 എന്ന് പറയുന്നത് എന്താണ്, 3/10 × 3/312 = 3/11/312 = 3/11/312 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ബൈ.